മലയാളത്തിലെ ഇതുവരെ കാണാത്ത ദൃശ്യവിസ്മയമൊരുക്കി ബറോസിലൂടെ പ്രേക്ഷകരെ ഞെട്ടിച്ചിരിക്കുകയാണ് മോഹൻലാൽ. 3D ഇഫക്ട്സും കഥാപാത്രവും കുട്ടികൾക്ക് ശരിക്കും ഇഷ്ടപ്പെടും. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് മോഹൻലാൽ ചിത്രം ബറോസ് എത്തിയത്. മോഹൻലാലിന്റെ സംവിധാനാരങ്ങേറ്റം എന്ന നിലയിൽ പ്രഖ്യാപന സമയം മുതൽ പ്രേക്ഷക ശ്രദ്ധയിലുള്ള ചിത്രമാണിത്. ബറോസ് 3D ചിത്രത്തിന് തിരക്കഥ എഴുതിയിരിക്കുന്നത് ജിജോ പുന്നൂസ് ആണ്. ഇന്ത്യൻ സിനിമയിലെ ആദ്യത്തെ 3D സിനിമയായ മൈ ഡിയർ കുട്ടിച്ചാത്തൻ ഒരുക്കിയതും ജിജോ പുന്നൂസ് ആണ്. മോഹൻലാലിന്റെ ആദ്യ സംവിധാന സംരംഭം എന്നതും അതും ജിജോ പുന്നൂസിന്റെ രചനയിൽ എന്നത് സിനിമാ പ്രേമികൾക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രഖ്യാപനം മുതൽ സിനിമയ്ക്ക് ഏറെ ഹൈപ്പ് ലഭിച്ചിരുന്നു. ഫാന്റസി ജേണറിൽ ഒരുക്കിയ ചിത്രത്തിൽ മോഹൻലാൽ തന്നെയാണ് സിനിമയിലെ പ്രധാന കഥാപാത്രമായ ബറോസിനെ അവതരിപ്പിച്ചത്. ബറോസ് എന്ന ഭൂതമായാണ് ലീഡ് റോളിൽ മോഹൻലാൽ സിനിമയിൽ വേഷമിടുന്നത്. സ്പാനിഷ് താരങ്ങളും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. 22-ലധികം തവണയാണ് താൻ ബറോസിന്റെ തിരക്കഥ തിരുത്തി എഴുതിയതെന്ന് മോഹൻലാൽ എഴുതിയ വ്ലോഗിൽ പറഞ്ഞിരുന്നു. 2019 ഏപ്രിലിൽ പ്രഖ്യാപിക്കപ്പെട്ട ബറോസിന്റെ ഒഫീഷ്യൽ ലോഞ്ച് 2021 മാർച്ച് 24-നായിരുന്നു. 170 ദിവസത്തോളം ചിത്രീകരണം നടന്നിരുന്നു. പ്രശസ്ത കലാസംവിധായകനായ സന്തോഷ് രാമനാണ് സെറ്റുകൾ ഡിസൈൻ ചെയ്തത്. മാർക്ക് കിലിയനാണ് പശ്ചാത്തല സംഗീതം നിർവഹിച്ചത്. അന്താരാഷ്ട്ര സിനിമകളോട് കിടപിടിക്കുന്ന തരത്തിലുള്ള മേക്കിംഗ് ശൈലിയാണ് സിനിമയുടേത്. ഇന്റർനാഷണൽ ഫോമിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. സിനിമയുടെ ടീസറും ഗാനവും ലൊക്കേഷൻ ചിത്രങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി കഴിഞ്ഞു. 40 വർഷം മുമ്പെത്തിയ മൈ ഡിയർ കുട്ടിച്ചാത്തനിൽ ഉപയോഗിച്ച ഗ്രാവിറ്റി ഇല്യൂഷൻ എന്ന ടെക്നിക്ക് അടക്കം സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമാണ് ബറോസ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.